Hi, my beautifuls. Welcome back to my channel. An answer for your question. Choose one group, one or two. And നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് മനസ്സിൽ വിചാരിക്കാം. Let's see for group number 1 an answer for your question. Think about your question. Group number 1. Think about your question. എന്താണ് നിങ്ങൾക്കുള്ള ആൻസർ? an answer for your question. എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി, ഈ ഒരു കാര്യത്തെ പറ്റി എന്താണ് നിങ്ങൾ അറിയേണ്ടത്? ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഓൾറൈറ്റ്. സോ ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാം, ബിക്കോസ് ഈ ഒരു സമയം ഓൾറൈറ്റ്. സോ ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു ഹിഡൻ മെസ്സേജ് ആണ്. സോ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ. ഓ മൈ ഗോഡ്. സോ നിങ്ങൾ മേ ബി പ്രിപ്പയർഡ് അല്ല, ഓർ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, ഓർ നിങ്ങൾ കുറച്ചുകൂടെ ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ഹിഡൻ ആണ്, റെഡി അല്ല. ഓക്കെ, അല്ലെങ്കിൽ സർപ്രൈസ് ആണ്. ഓൾറൈറ്റ്. ഓർ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കാം. An answer for your question. Alright. An answer for your question. What's really going on? Group number 1. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ? ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഓക്കെ, സോ ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. സോ നിങ്ങളുടെ ആകെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോയിൽ പോവുക എന്നുള്ളതാണ്. ഓക്കെ, സിറ്റുവേഷൻ എങ്ങനെയാണോ അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു വഴിക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അഗെയിൻ ഇറ്റ്സ് എ ഹിഡൻ മെസ്സേജ് ഫോർ യു. ഓക്കെ, സോ നോക്കാം നമുക്ക് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ആൻഡ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. എക്സ്പീരിയൻസിങ്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലെസൺസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഗുഡ് ഓർ ബാഡ്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്താണോ അത് നിങ്ങൾ പഠിപ്പിക്കുന്നത്. എസ്പെഷ്യലി ഒരേ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെങ്കിൽ എന്താണ് അതെന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. മേ ബി നിങ്ങൾ ഒരു ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഒരു ചേഞ്ച്. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല. സോ ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്കുള്ള ആൻസർ? എന്താണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം? യെസ് ഓർ നോ? ഇൻ എ സെൻസ്. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ടായിരിക്കണം, ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കത്വം വളരെ കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു കാര്യത്തില്. ഓൾറൈറ്റ്. മേ ബി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കുറെ കാലമായിട്ട് പോകുന്നുണ്ടായിരിക്കണം. കുറെ കാലം നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇത്. സോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഓൾറൈറ്റ്. സോ നിങ്ങൾ കുറച്ചുകൂടി ഒരു റിച്ച് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു മാറ്റം നിങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരേ രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്, ഒരേ രീതിയിലാണ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം. നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിക്കൊള്ളണം എന്നില്ല മറ്റുള്ള ആളുകളും ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, നിങ്ങൾ എടുക്കുന്ന രീതി, നിങ്ങളുടെ ചില വിശ്വാസങ്ങളായിരിക്കാം. നിങ്ങൾക്ക് മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായിരിക്കാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇനി നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഓർ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓൾറൈറ്റ്. നിങ്ങളുടെ ഒരു വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഫെയ്ഡ് ആക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഇന്നസെൻസ്, നിങ്ങളുടെ ജെന്യൂനിറ്റി ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലൈക്ക് ചില കാര്യങ്ങൾ
കാര്യങ്ങൾ ഒരു വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്താണോ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾക്ക് വേണ്ടൊരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അത് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതല്ല. എസ്പെഷ്യലി ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. ഓൾറൈറ്റ്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സന്തോഷം തന്നെ ആയിരിക്കോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തിനാണ് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അതിന് എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓൾറൈറ്റ്, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നിങ്ങൾ ഡെഫിനറ്റ്ലി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ചില കാര്യത്തിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള വേർഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില സിറ്റുവേഷന്റെ ഒരു റിയൽ ഫേസ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവാന്നുള്ളതാണ്. കാരണം നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ സന്തോഷമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം ആയിക്കൊള്ളണമെന്നില്ല. ഓൾറൈറ്റ്, ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ട ഒരു ആൻസർ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് തെറ്റായിട്ടായിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് തന്നെ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യാണ്, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ടുപോവാണ്, ചില കാര്യത്തിന്റെ ജെന്യൂനിറ്റി. ഓൾറൈറ്റ്, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ജസ്റ്റിസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, ഒരു മോറൽ സൈഡ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അവയർനെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ചില കാര്യങ്ങൾ മറന്നേക്ക് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അത് ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ, അത് ഒന്നുകിൽ അത് നിങ്ങൾക്കുള്ളതായിരിക്കില്ല, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവുന്നുണ്ടായിരിക്കാം, ഓർ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. കാരണം ചിലത് നിങ്ങൾ ആക്ച്വലി ചില കമ്പാരിസൺ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, ചില കാര്യത്തിന്റെ ഒരു ജെന്യൂൻ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി. സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് അത് സമയം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ, ഇത്ര സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ അങ്ങനെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ ചോദിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. നോ ആണ് നിങ്ങൾക്കത് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വസ്തുക്കളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, വ്യക്തി ആയിരിക്കാം. സോ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങൾ കണക്ട് ചെയ്യണം. ചില കാര്യത്തിന്റെ അല്ലെങ്കിൽ ചില വ്യക്തിയുടെ ഒരു ജെന്യൂൻ ഇന്റൻഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും അതാണ്. എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ആയിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും അതിനെ പറ്റിയിട്ട് ചില ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. സോ കുറച്ച് സമയം കൂടി നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണോ, കണ്ടുപിടിക്കാൻ സാധിക്കോ ഇല്ലയോ, മനസ്സിലാക്കാൻ സാധിക്കോ ഇല്ലയോ എന്നാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് സാധിക്കും. ഈ ഒരു ടൈം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പോവുക, മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടൈമിൽ നിങ്ങൾക്കത് നിങ്ങളുടെ കണ്ണിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് എക്സാക്ട്ലി വേണ്ട ഒരു കാര്യമാണോ, അത് നിങ്ങളെ ഹാം ചെയ്യുന്ന കാര്യമാണോ, നിങ്ങളെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഗ്രൂപ്പ് നമ്പർ 2, an answer for your question. നിങ്ങളുടെ ചോദ്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മനസ്സിൽ വിചാരിക്കാം. എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്താണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം? ധൈര്യമുണ്ടോ? ആ ഒരു കാര്യം അറിയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉള്ള എന്തെങ്കിലും കാര്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. വളരെ ഡെപ്ത് ഉള്ള കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കേണ്ട കാര്യമോ, ബേസ് ഉള്ള ഒരു കാര്യമോ, ഓർ വളരെ പഴക്കമുള്ള ഒരു കാര്യമോ, സംതിങ് ലൈക്ക് ദാറ്റ്. ഇന്റൻസ് ആണ്, വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, ആഴത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കറേജ്. ഓക്കെ, Group number 2, an answer for your question. എന്താണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം? Group number 2, patience.
സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില കണക്ഷൻ ഇതെന്റെ ഇങ്ങനത്തെ വ്യക്തിയാണോ, ഈ വ്യക്തിയുമായിട്ട് എനിക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എന്താണ് ഇത്ര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കെങ്കിൽ എന്തെങ്കിലും ഇന്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ, അതായത് എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട് പോലെ, സോൾ കോൺട്രാക്ട് പോലെ. സോ നിങ്ങൾ എന്തെങ്കിലും കണക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനോ ആണ് ചോദിച്ചതെങ്കിൽ യെസ്. ഓക്കെ, സോ ഈ വ്യക്തി വെറുതെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഇന്റൻസ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യം വെറുതെ സംഭവിക്കുന്നതല്ല. ചില ആളുകളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് ഒരു ജെന്യൂൻ ആയിട്ടാണ് അവരുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ വളരെ സന്തോഷമായിട്ട് കാണുന്ന ഒരു ഫേസ് ആയിക്കൊള്ളണമെന്നില്ല അവരുടെ ഒരു റിയൽ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയുടെ ഒരു റിയൽ ഫീലിംഗ് സന്തോഷമായിക്കൊള്ളണമെന്നില്ല, അവർക്ക് സങ്കടം ഉണ്ടായിരിക്കാം ഉള്ളില്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് കാണിക്കുന്ന ആളുകള് പിറകെ നിന്ന് നിങ്ങൾക്ക് തന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി വർക്ക് പ്ലേസിൽ നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പ് ആയിട്ടോ ടീമായിട്ടോ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസിലൊക്കെ വരുന്ന സമയത്ത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ്സ് കാണിക്കാത്ത ആളുകളുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ യെസ്, അവരുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ്സ് അല്ല കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കോ, എന്തെങ്കിലും ഒരു സോഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കോ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഇന്റൻഷൻ മനസ്സിലാക്കണം. അതായത് ചില കണക്ഷൻസ്, ചില വ്യക്തി, ചില കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ചില ആളുകൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്, ഇന്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. സോ അതിന് നിങ്ങൾക്കൊരു മനക്കരുത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില കാര്യത്തിന്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉറവിടം കണ്ടുപിടിക്കാൻ ഡീപ്പായിട്ട് പോവാൻ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ചില ആളുകൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, പഠനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഈ ഒരു സിറ്റുവേഷനും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ സിറ്റുവേഷന് മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ച് സമയം കൂടെ നിങ്ങൾ മേ ബി ഒരു 1 വീക്ക് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ്, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 വീക്ക് ടൈമിൽ 7 ഡേയ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ എന്തെങ്കിലും സ്പിരിച്വൽ ജേർണി ഓർ കണക്ഷൻ അങ്ങനത്തെ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളത് ശരിയായിട്ടുള്ള ഒരു തോന്നലാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾ ആളുകളെ കണക്ട് ചെയ്യുന്നുണ്ട്, ആളുകളുടെ എനർജി കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരാൾ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അയാളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വളരെ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തെങ്കിലും കാര്യം പോസ്റ്റ്പോൺ ചെയ്യണോ എന്നുള്ളതായിരിക്കാം. സോ കുറച്ച് സമയം കൂടി നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരു 1 month ടൈമും കൂടി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 7 to 1 month ടൈമിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് വരും. ഒന്നുകിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ തന്നെയായിരിക്കും അതിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കുക, ഓർ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം ഈ ഒരു സമയം ഓർ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, വളരെ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും കണക്ട് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓൾറൈറ്റ്, 2 ആളുകൾക്ക് ഇടയിൽ വന്നിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, 2 കാര്യത്തിന്റെ ഇടയിൽ വന്നിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷൻ ഓർ അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലായിരിക്കാം. അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റിയും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് ആക്ച്വലി നിങ്ങൾക്കൊരു യെസ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊരു യെസ് ആണ്. പക്ഷെ ചില ആളുകൾക്ക് നിങ്ങൾ ഒരു കുറച്ച് സമയം കൂടി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കൊടുക്കണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നിങ്ങൾക്കത് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ഇന്റൻഷൻ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷന് മാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മാറ്റം ഉണ്ടാവുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഉണ്ടാവുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
പ്രഗ്നൻസി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ്, പ്രഗ്നൻസി, മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, യെസ്, ഇറ്റ്സ് എ വെരി പോസിറ്റീവ് യെസ്. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി സാധിക്കും. ഓൾറൈറ്റ്, സോ കുറച്ച് സമയം കൂടെ കൊടുക്കാം. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് അത് സംഭവിക്കും വെരി സൂൺ. ഒരു 1 month ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ്, കൺഫർമേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് ലൈക്ക് പ്രഗ്നൻസി. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ പ്രഗ്നൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. കാരണം ബർത്ത് ആണ് വളരെ ഡീപ്പായിട്ട് കാണുന്നത്. ഓക്കെ, ബർത്ത് അല്ലെങ്കിൽ വീണ്ടും റീകണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, വീണ്ടും ഗ്രോ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഒട്ടും സാധ്യത ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇനി എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ എന്താണോ കണക്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണോ അത് നിങ്ങൾ വളരെ ആഴത്തിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ആഴത്തിൽ നിങ്ങൾ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അത്ര ഡിസ്റ്റൻസ് ആയിട്ടുള്ള, നിങ്ങളുടെ അത്ര ഇന്റൻസ് ആയിട്ടുള്ള ആഗ്രഹമാണ് അത്. അതത്ര ഡീപ്പായിട്ട് വേരിറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ ഒട്ടും പോസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതിന് വളരാനുള്ള അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാനുള്ള ഒരു ടൈം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. അത് വരും, സംഭവിക്കും, ഫോർ ഷുവർ. ഓൾറൈറ്റ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.